അപ്പൊ നമ്മളിങ്ങോട്ട് വരുമ്പോ നമ്മൾ അങ്ങനെ വീടിന്റെ മുറ്റത്ത് എത്തിയിട്ട് അങ്ങോട്ട് വരുമ്പോ വണ്ടികളൊക്കെ ഒരു 3-4 വണ്ടിയൊക്കെ നിർത്താൻ സൗകര്യത്തിനുള്ള മിറ്റൊക്കെ ഇഷ്ടം പോലെ ഉണ്ടോ. ഈ ഭാഗത്ത് ഒരു 2-3 വണ്ടി നിർത്താം. അതുപോലെ ആ ഒരു സൈഡിലോട്ട് നമുക്കൊരു 2 വണ്ടിയൊക്കെ നിർത്താനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. മിറ്റൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ചെടികളൊക്കെ നടാനാണെങ്കിൽ ആ ഒരു ഈ ഒരു സൈഡിലോട്ട് നമുക്ക് ചെടികളെല്ലാം നടാനുള്ള ആ ഒരു ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. മിറ്റൊക്കെ ഫുള്ള് ജില്ലൊക്കെ ഇട്ടേക്കണ മിറ്റമാണ് കേട്ടോ. നല്ല നീറ്റായിട്ട് കിടക്കുന്നതാണ്. നിങ്ങൾ നോക്കിയാൽ വീടിന്റെ ഫ്രണ്ട് ഭാഗമാണ് ഈ കാണുന്നത്. സിറ്റ് ഔട്ടാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. ഇനി നമുക്ക് വീട് അങ്ങോട്ട് കാണാം. അത് കണ്ടില്ല നിങ്ങൾ, ഫുൾ ഓപ്പൺ സിറ്റ് ഔട്ടാണ്. കയറി വരുന്ന ഭാഗം കണ്ടില്ല, നല്ല സ്റ്റൈലായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഫ്രണ്ട് തന്നെ ഫുള്ള് ഡ്രസ് വർക്ക് എല്ലാം ചെയ്തിട്ടുണ്ട്. വണ്ടികളൊക്കെ നേരെ കൊണ്ടുവന്ന് നിർത്താം. വലിയ വണ്ടി ഇറക്കം കൊണ്ടുവന്ന് നിർത്താൻ സൗകര്യത്തിനുള്ള ഒരു പോർച്ച് പോലെ തന്നെ ഫുള്ള് ഡ്രസ് വർക്ക് എല്ലാം ചെയ്ത് നല്ല നീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു സൈഡിലോട്ടും ഡ്രസ് വർക്ക് എല്ലാം ചെയ്തിട്ടുണ്ട്. ഇതാ ഈ സൈഡിലോട്ട് ഇങ്ങോട്ടും ഉണ്ട് കേട്ടോ. അപ്പോൾ സിറ്റ് ഔട്ട് കണ്ടില്ലേ, ഫുൾ ഓപ്പൺ സിറ്റ് ഔട്ട് ആണ്. സിറ്റ് ഔട്ടിൽ തന്നെ നമുക്ക് ചാരി ഇരിക്കാനുള്ള ചാരുപടി എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാവർക്കും നമുക്ക് ഫാമിലി എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് വർത്താനൊക്കെ പറഞ്ഞിരിക്കാനും ഇടയ്ക്കര കാപ്പി കുടിച്ചിരിക്കാനും ഒക്കെ ഇഷ്ടംപോലെ സ്ഥലം എല്ലാം ഉണ്ട് സിറ്റ് ഔട്ടിൽ. സിറ്റ് ഔട്ടിന്റെ ടൈല് നോക്കി നല്ലൊരു കളർ കേട്ടോ. ഫുള്ള് നല്ല കളർ ടൈലാണ് ഇട്ടിട്ടുള്ളത്. അതുപോലെ ഫ്രണ്ടിലോട്ട് ഇതാ ഒരു 3 കള്ളി 2 ജനൽ വരുന്നുണ്ട്. ആ സൈഡിലും 3 കള്ളി ഉണ്ട്, ഈ സൈഡിലും 3 കള്ളി ജനൽ വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഫുള്ളും മരത്തിന്റെ തന്നെയാണ് ഈ ജനലിന്റെ ഫ്രെയിമും കാര്യങ്ങളൊക്കെ. പിന്നെ ഫ്രണ്ട് ഡോറും ഇങ്ങോട്ട് നോക്കിക്ക്, ഇത് കണ്ടില്ലേ, ഡബിൾ ഡോർ ആണ് വരുന്നത്. ഡബിൾ ഡോർ ആണെങ്കിലും നല്ല സിമ്പിൾ വർക്കായിട്ട് നല്ല സ്റ്റൈൽ കേട്ടോ. ഇതൊക്കെ ഫുള്ള് മരത്തിന്റെ തന്നെയാണ്. ജനല്, വാതില്, കട്ടിൽ എല്ലാ സാധനങ്ങളും ഫുള്ള് മരത്തിന്റെ ആണ്. ഇനി ഇങ്ങോട്ട് വാ, അകത്തോട്ട് കയറി വാ. അകത്തോട്ട് വരുമ്പോൾ അത്യാവശ്യം വലിയ ഹാളാണ്. നമ്മൾ നേരെ കയറി വന്ന ആദ്യം കാണുക ഇതാ ഈ രൂപക്കൂടാണ് നമുക്ക് ആദ്യം തന്നെ കാണാൻ പറ്റുക കേട്ടോ. നല്ലൊരു സ്റ്റൈലായിട്ടുണ്ട്. നേരെ കയറി വരുമ്പം ഈ രൂപക്കൂടാണ് നമുക്ക് ആദ്യം കാണാം. പിന്നെ വലിയ ഹാളാണ്, എല്ലാവർക്കും ഒന്നിച്ച് ഇരിക്കാനും ഒക്കെ സൗകര്യത്തിനുള്ള വലിയ ഹാളാണ്. ഹാളിൽ തന്നെ നല്ലൊരു ഷെൽഫ് എല്ലാം ഉണ്ട്. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. വീട്ടിൽ കുഞ്ഞു പിള്ളേരുണ്ടെങ്കിൽ കുഞ്ഞു പിള്ളേർക്ക് ഓടി കളിക്കാനൊക്കെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അകത്തെ ടൈലാണെങ്കിലും എല്ലായിടത്തും ഒരേ കളർ ടൈലാണ് ഇട്ടിട്ടുള്ളത്. സിറ്റ് ഔട്ടത്തെ അതേ കളർ ടൈൽ തന്നെയാണ് അകത്ത് വിട്ടിട്ടുള്ളത് കേട്ടോ. പിന്നെ നമുക്ക് നമ്മളെ ഈ ഒരു വീടിന് മൊത്തം 4 ബെഡ്റൂമാണ് വരുന്നത്. ഒരു റൂം ആ ഭാഗത്തും, രണ്ടാമത്തെ റൂം ആ ഭാഗത്ത്, പിന്നെ മൂന്നാമത്തെ റൂം ആ ഒരു സൈഡിലാണ്, പിന്നെ ഒരു റൂം മേലാണുള്ളത്. ഇനി നമുക്ക് റൂമുകളൊക്കെ ഓരോന്നായിട്ട് കാണാം. അപ്പൊ ഇങ്ങോട്ട് നമുക്ക് ആദ്യത്തെ റൂം കാണാം. ഇങ്ങോട്ട് പോവാം. ഈ സൈഡിലാണ് ആദ്യത്തെ റൂമുള്ളത്. അപ്പൊ ഇവിടെ നമുക്കൊരു TV യൂണിറ്റ് എല്ലാം ഈ ഭാഗത്ത് അതിനുള്ള വയറിങ്ങും കാര്യങ്ങളും സ്വിച്ചൊക്കെ ആക്കിയിട്ട് ഇവിടെയാണ് സെറ്റ് ആക്കിയിട്ടുള്ളത് കേട്ടോ. ഇവിടെ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ആ ഒരു ഭാഗത്തിരുന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് കാണുകയും ചെയ്യാം. അപ്പൊ ആ ഒരു രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇനി ഇങ്ങോട്ട് പോവാം. ഇനി നമുക്ക് റൂം കാണാം. ഇതാണ് ആദ്യത്തെ റൂം. റൂം നല്ല സൗകര്യമുള്ള വലിയ റൂമാണ് കേട്ടോ. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. റൂമിന്റെ ടൈല് വൈറ്റ് കളറിലുള്ള ടൈലാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ഇതാ റൂഫ് കണ്ടില്ല, നല്ല നീറ്റായിട്ട് കിടക്കണം. എവിടെ ഒരു ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. വീടിന്റെ പണി കഴിപ്പിച്ചിട്ട് ഏകദേശം 5 വർഷമേ ആയിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് ഇനി ഈ ഒരു സൈഡിലോട്ട് നമുക്ക് ഒരു ഇതാ ഈ ഭാഗത്തേക്ക് ജനൽ വരുന്നുണ്ട്. ഫ്രണ്ടിലോട്ടുള്ള കാഴ്ച കിട്ടുന്നതിന് ഇങ്ങോട്ടൊരു 3 കള്ളി ജനലുണ്ട്. അതുപോലെ ഈ ഒരു സൈഡിലോട്ട് ഒരു 3 കള്ളി ജനലുണ്ട്. പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട് കേട്ടോ. ബാത്റൂമിന്റെ ഒക്കെ ടൈലാണെങ്കിലും നല്ല കളർ നല്ല മോഡലുള്ള ടൈലൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ബാത്റൂമിനൊക്കെ. നല്ല നീറ്റായിട്ടുള്ള വീട് അല്ലേ? നല്ല നീറ്റായിട്ടുള്ള വീട്. ഇനി ഇങ്ങോട്ട് പോവാ, നമുക്ക് അടുത്തത് ഓരോന്നായിട്ട് കാണാം കേട്ടോ. ഇങ്ങോട്ട് പോവാ. പിന്നെ നമുക്ക് ഹാളിൽ തന്നെയാണ് സ്റ്റെയർ വരുന്നത്. മേലെയാണ് ഒരു റൂമുള്ളത്. അപ്പോൾ സ്റ്റെയർ ഉണ്ടല്ലേ, സ്റ്റെയറിന്റെ പിടിയും കാര്യങ്ങളൊക്കെ ബ്ലാക്ക് കളറിലുള്ള ടൈൽ തന്നെയാണ് സ്റ്റെയറിന് ഇട്ടിട്ടുള്ളത്. ഇനി നമുക്ക് രണ്ടാമത്തെ റൂം കാണാം. ഇങ്ങോട്ട് പോവാ. അപ്പോൾ രണ്ടാമത്തെ റൂമിലോട്ട് ഇങ്ങോട്ട് വരുന്ന ഭാഗത്ത് തന്നെ ഇവിടെയാണ് വാഷിംഗ് ഏരിയ. അതുപോലെ തന്നെ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ആയിട്ട് ഇവിടെ ആക്കിയിട്ടുണ്ട് കേട്ടോ. വേണമെങ്കിൽ ഇവിടെ ഒന്ന് ഫാബ്രിക്കേഷന്റെ വർക്കൊക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി നന്നാവുകയും ചെയ്യും. അതെ, ഇൻവെർട്ടറൊക്കെ വെക്കാം. അപ്പൊ ഇതാണ് രണ്ടാമത്തെ റൂം. റൂമുകൾ നല്ല സൗകര്യമുള്ള വലിയ റൂമാണ്. 2 സൈഡിലോട്ടും 3 കള്ളി ജനലുണ്ട്. റൂഫൊക്കെ നല്ല നീറ്റായി കിടക്കണതാണ്. വൈറ്റ് കളറിലുള്ള ടൈലാണ് ഇട്ടിട്ടുള്ളത്. അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. അതുപോലെ ഇതാ ഈ ഭാഗത്ത് ഒരു ഷെൽഫ് എല്ലാം ഉണ്ട്, തുണിയൊക്കെ എടുത്ത് വെക്കാനുള്ള ഷെൽഫ് എല്ലാം ഉണ്ട്. ഇതാ ഇവിടെയാണ് ബാത്റൂം. ബാത്റൂം ആണെങ്കിലും നല്ല വലിയ ബാത്റൂം തന്നെയാണ്. അപ്പൊ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇനി ഇങ്ങോട്ട് പോവാ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള നല്ലൊരു വീടാണ്. ഇങ്ങോട്ട് വന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് കാണാം. അടുത്ത റൂം നമുക്ക് ഈ ഒരു ഭാഗത്തോട്ടാണുള്ളത് കേട്ടോ. ഹാളിൽ ഇനിയിപ്പോൾ ആരെങ്കിലും ഗസ്റ്റുകളൊക്കെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് റൂമിലോട്ട് അങ്ങനെ പെട്ടെന്ന് കാണുമൊന്നുമില്ല. ആ ഒരു പ്രൈവസി എല്ലാം ഉണ്ട്. അത്യാവശ്യം വലിയ റൂം തന്നെയാണ്. എല്ലാ റൂമും നല്ല സൗകര്യമുള്ള വലിയ റൂമാണ്. നമുക്കിവിടെ റൂമിൽ തന്നെ മേലെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. വീട്ടിൽ ഇനിയിപ്പോൾ അടയ്ക്കോ കുരുമുളകോ അങ്ങനത്തെ സാധനങ്ങൾ എന്തെങ്കിലും, അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും എപ്പോഴും എടുക്കേണ്ടാത്തതായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് വെക്കാനുള്ള സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. പിന്നെ അതാ വൈറ്റ് കളറുള്ള ടൈൽ, എല്ലായിടത്തും ഒരേ കളർ ടൈലാണ് ഇട്ടിട്ടുള്ളത്.
പിന്നെ ഈ ഭാഗത്ത് ഷെൽഫ് ഉണ്ട്, അതുപോലെ തന്നെ റാക്കെല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ അതവിടെ അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. ബാത്റൂമൊക്കെ എല്ലാം നല്ല സൗകര്യമുള്ള വലിയ ബാത്റൂം തന്നെയാണ്. ബാത്റൂമിന്റെ ഒക്കെ ടൈല് കണ്ടില്ലേ, നല്ല കളർ ടൈലാണ് ഇട്ടിട്ടുള്ളത്. എല്ലാം നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ് വീടിന്റെ എല്ലാ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല സ്റ്റൈൽ ഉണ്ട്. അതെ, നല്ലൊരു കളറാണ് ഇട്ടിട്ടുള്ളത്. അപ്പൊ നമ്മള് 3 റൂം കണ്ടു കഴിഞ്ഞില്ലേ, ഇനി ഇങ്ങോട്ട് പോവാ. അടുത്ത നമ്മള് ഹാളിലോട്ട് വന്നു കഴിഞ്ഞാല് ഹാളിൽ നിന്ന് ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോൾ ഇവിടെയാണ് നമ്മളെ ഡൈനിങ് ഏരിയ ഉള്ളത്. ഡൈനിങ് ഏരിയ ആണെങ്കിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ, വലിയ ഡൈനിങ് ഏരിയ ആണ്. ഒരു 5-6 ആൾക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ സൗകര്യത്തിനുള്ള മേശ ഇടാൻ പാകത്തിനുള്ള വലിയ ഡൈനിങ് ഏരിയ ആണ്. നമുക്ക് അങ്ങോട്ട് ആ ഒരു ഭാഗത്തേക്ക് ഒരു 3 കള്ളി ജനലുണ്ട്. പിന്നെ അതാ ഇവിടെ നല്ലൊരു ഷെൽഫ് എല്ലാം ഉണ്ട് കേട്ടോ. നമുക്ക് പാത്രമോ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കണമൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള സ്ലൈഡിങ് ഗ്ലാസ് ഒക്കെയാണ് ഇട്ടിട്ടുള്ളത്. ആ ഒരു ഷെൽഫ് എല്ലാം ഉണ്ട്, അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. പിന്നെ ഇനി ഇങ്ങോട്ട് നമുക്ക് അടുത്തത് കാണേണ്ടത് അടുക്കളയാണ്. അപ്പൊ അടുക്കളയൊക്കെ ഒന്ന് പോയിട്ട് കാണാം നമുക്ക്. പിന്നെ ഇവിടെ കർട്ടനെല്ലാം ആക്കിയിട്ടുണ്ട്. വേണമെങ്കിൽ ഇപ്പൊ ഇവിടെ ഹാളിൽ ആരെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് ഒരു കർട്ടനൊക്കെ വലിച്ചു നീക്കിയിട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒന്ന് പ്രൈവസിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഭക്ഷണം കഴിക്കുന്നിടത്തോട്ട് അങ്ങനെ പെട്ടെന്ന് കാണുന്നില്ല. അപ്പൊ ഇനി ഇങ്ങോട്ട് നമുക്ക് അടുക്കള കാണാം കേട്ടോ. അപ്പൊ ഇങ്ങോട്ട് വരുമ്പോൾ ഇതാണ് നമ്മളെ വീടിന്റെ അടുക്കള. അടുക്കള നല്ല സൗകര്യമുള്ള വലിയ അടുക്കള തന്നെയാണ്. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. പാചകവും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു നീറ്റായിട്ടുള്ള അടുക്കള തന്നെയാണ്. നമുക്ക് ഫാബ്രിക്കേഷൻ്റെ വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. ഡ്രൈയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കാനുള്ള ഒരു ഷെൽഫെല്ലാം ആക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഉണ്ട് അതുപോലെ കബോർഡുകളെല്ലാം ഇവിടെ ആക്കിയിട്ടുണ്ട് കേട്ടോ. പൊടികളും സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനുള്ള കബോർഡെല്ലാം ആക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഭിത്തിയിലൊക്കെ ഫുള്ള് ടൈലാക്കിയിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ പറ്റുകയും ചെയ്യും. പിന്നെ ഈ ഭാഗത്തേക്ക് ഒരു 3 കള്ളി ജനലുണ്ട്. ഇടയ്ക്ക് വേണമെങ്കിൽ ജനലൊക്കെ ഒന്ന് തുറന്നിട്ട് കഴിഞ്ഞാൽ ഒന്ന് കാറ്റും വെളിച്ചമൊക്കെ കിട്ടുകയും ചെയ്യും. പിന്നെ പാത്രം കഴുകാനുള്ള സൗകര്യം ഉണ്ട്. ഇവിടെ ഗ്യാസ് സ്റ്റവ് എല്ലാം വെക്കാനുള്ള പാചകം ആ ഒരു സൗകര്യം എല്ലാം ഉണ്ട്. ഇനി നമ്മള് അടുക്കളയിൽ നമ്മൾ ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് നമ്മളെ വർക്ക് ഏരിയ വരുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് വർക്ക് ഏരിയ കാണാം. വർക്ക് ഏരിയയിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഇതുകൊണ്ടില്ല ഇവിടെ പാത്രം കഴുകാനൊക്കെ ഉള്ള സൗകര്യം ഉണ്ട്. പിന്നെ ഇവിടെ ഫാബ്രിക്കേഷന്റെ വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് 3 കള്ളി ജനലുണ്ട്. അതുപോലെ ഇവിടെ നമുക്ക് സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കാനുള്ള സ്ലൈഡിങ് ഗ്ലാസും ആ ഒരു ഷെൽഫെല്ലാം ആക്കിയിട്ടുണ്ട്. ഇവിടെ ഇത് ഫുള്ള് സ്ലൈഡിങ് ആണ് ആക്കിയിട്ടുള്ള ഗ്ലാസ് കേട്ടോ. പിന്നെ അതിന്റെ മേലെ ഫുള്ള് റാക്കെല്ലാം ആക്കിയിട്ടുണ്ട്. ഈ 2 സൈഡിലോട്ടും റാക്കെല്ലാം ഉണ്ട്. അടുക്കളയത്തെ ടൈല് വേറെ കളർ ടൈലാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. അത് വേറെ ഡിസൈനാണ്, നല്ല രസമുള്ള ഒരു കളറാണ്. പിന്നെ ഈ കളർ തന്നെയാണ് അടുക്കളയിലുള്ളത് കേട്ടോ. അടുക്കളയിലും വർക്ക് ഏരിയയിലും ഒരേപോലത്തെ കളർ ടൈലാണ് ഇട്ടിട്ടുള്ളത്. നമുക്ക് ഇവിടെ വിറകടുപ്പും കൂടെ ഉണ്ട്. വിറകടുപ്പ് ഇനിയിപ്പോ പുറത്ത് വേറെ എക്സ്ട്രാ ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അകത്തുനിന്ന് തന്നെ നമുക്ക് ആലുവാടുപ്പാണ്. ഇതിന്റെ ചുറ്റുഭാഗം ഫുള്ള് ടൈലെല്ലാം ആക്കി ഇതിന്റെ ഭിത്തിയിലൊക്കെ ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. വിറകെല്ലാം എടുത്ത് വെക്കാനുള്ള ആ ഒരു സ്പേസ് ഉണ്ട് ഇവിടെ. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. നല്ല നീറ്റായിട്ട് കിടക്കണ വീട് തന്നെയാണ്. പിന്നെ അതാ പുറത്തോട്ടുള്ള ഡോറാണ്. ഇതൊക്കെ ഫുള്ള് മരത്തിന്റെ കേട്ടോ. ജനല് വാതില് കട്ടില് എല്ലാ സംഭവങ്ങളും ഫുള്ള് മരത്തിന്റെ ആണ്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരാനുണ്ടെങ്കിൽ ഇതിപ്പോ നമുക്ക് പുറത്തോട്ട് ഇറങ്ങാനുള്ളതാണ്. ഇനി വേണമെങ്കിൽ ഇവിടെ പുറത്ത് വേറെ തുണിയെല്ലാം വിരിക്കാനൊന്നും ഡ്രസ് വർക്കൊക്കെ ചെയ്യുക അങ്ങനെയൊക്കെ ആക്കാനും പറ്റും. അതിനൊക്കെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മളെ വീടിന്റെ താഴത്തു നിന്നുള്ള കാഴ്ചകൾ കേട്ടോ. ഇനി നമുക്ക് ബാക്കി ഒരു റൂം മേലെയാണുള്ളത്. അപ്പൊ മേലെ പോയിട്ട് മേലത്തെ കാഴ്ചകളൊന്ന് പോയി നോക്കാം നമുക്ക്. അപ്പോൾ സ്റ്റെയർ കണ്ടില്ല നിങ്ങള്, ഹാളിൽ നിന്നാണ് സ്റ്റെയർ. സ്റ്റെയറിന്റെ എല്ലാവർക്കും ഒരേ കളർ ടൈൽ തന്നെയാണ് കേട്ടോ. ബ്ലാക്ക് കളറിലുള്ള ടൈലാണ്. സ്റ്റെയറിന്റെ പിടിയും കാര്യങ്ങളൊക്കെ ഫുള്ള് സ്റ്റീൽ വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. നമ്മളിങ്ങോട്ട് കയറി വരുമ്പോൾ ഇവിടെ ഒരു 3 കള്ളി ജനലുണ്ട്. ഇവിടുന്ന് നല്ല രീതിക്ക് വെളിച്ചം കിട്ടുന്ന രീതിയിൽ കേട്ടോ. പിന്നെ അങ്ങോട്ട് ഹാളിലോട്ടുള്ള കാഴ്ച ഒന്ന് നോക്കി, നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല കാഴ്ചയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇങ്ങോട്ട് എത്തിട്ടോ. ഇനി ഇവിടെയാണ് നമുക്ക് ഒരു റൂം ഉള്ളത്. അപ്പോൾ ഇനി ഇങ്ങോട്ട് നമ്മളെ 4ാമത്തെ റൂം ഒന്ന് കാണാം. ഈ റൂം നല്ല വലിയ റൂമാണ്. നേരത്തെ കണ്ടതിനെ കഴിഞ്ഞും കുറച്ചുകൂടെ വലിയ റൂമാണ്. നല്ലോണം വെളിച്ചം കിട്ടുന്ന നല്ലൊരു വലിയ റൂം. 3 ഭാഗത്തേക്കും ജനലുണ്ട്. ഈ ഭാഗത്ത് 3 കള്ളി ജനല്, ഇവിടേക്ക് ഒരു 3 കള്ളി ജനല്, ഈ സൈഡിലേക്ക് ഒരു 3 കള്ളി ജനലുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. നേരത്തെ കണ്ട അതേപോലെ റൂമിന് എല്ലാത്തിനും ഒരേ കളർ ടൈലാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ഇവിടെ ഷെൽഫെല്ലാം ഉണ്ട്. തുണികളൊക്കെ എടുത്ത് വെക്കാനുള്ള ഷെൽഫെല്ലാം ഉണ്ട്. പിന്നെ ഇതവിടെ ഈ ചെറിയൊരു ഷെൽഫ് ഇങ്ങനെ ചെറിയൊരു ഗ്യാപ്പിങ്ങിനാക്കി നമുക്ക് മൊബൈലൊക്കെ ഇവിടുന്ന് ചാർജറിൽ ഇങ്ങനെ കുത്തിയിട്ട് വെക്കണം എന്നുണ്ടെങ്കിലോ അങ്ങനെ സാധനങ്ങളൊക്കെ വെക്കാൻ. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മളെ 4ാമത്തെ റൂം കേട്ടോ. പിന്നെ ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. എല്ലാ റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാം ഉണ്ട്. ഇത് വേറെ കളർ ടൈലാട്ടോ. ബാത്റൂമിൻ്റെ എല്ലായിടത്തും നല്ല നല്ല ടൈലും കാര്യങ്ങളൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. അപ്പം ഇനി ഇങ്ങോട്ട് അപ്പോൾ നമ്മൾ 4 റൂമും കാര്യങ്ങളും കണ്ടു കഴിഞ്ഞു. ഇനി ഇങ്ങോട്ട് പുറത്തോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക്
അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഇനി എക്സ്ട്രാ വേറെ റൂമൊക്കെ എടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ പറ്റും കേട്ടോ. ഇഷ്ടംപോലെ സ്ഥലം ഗ്യാപ്പ് കിടക്കുന്നുണ്ട്. ഇത് കണ്ടില്ല. ഇനി വേണമെങ്കിൽ ഇവിടെ മേലെ ഫുള്ള് ഡ്രസ് വർക്കെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ചുറ്റുഭാഗം ഗ്രില്ലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ തുണിയെല്ലാം വിരിക്കുക, അടക്കി ഉണങ്ങാനിടേ, അങ്ങനെ എന്ത് വേണേലും ആക്കുക. അതിനൊക്കെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഇനി കുഞ്ഞു പിള്ളേർ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് കളിക്കാനുള്ള ഒരു പ്ലേ റൂമോ കാര്യങ്ങളോ അല്ലെങ്കിൽ സ്റ്റഡി റൂമോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആക്കാനൊക്കെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഇവിടുന്ന് മേളിൽ നിന്ന് താഴോട്ടുള്ള കാഴ്ച ഒന്ന് നോക്കി. ഇതാണ് ഇപ്പൊ നമ്മളെ പറമ്പിന്റെ ഏകദേശം ഒരു വ്യൂ ഇപ്പൊ ഇവിടുന്ന് കാണുന്നത് കേട്ടോ. ഇതിപ്പോ നമ്മൾ കയറി വന്ന ഭാഗമാണ്, സിറ്റ് ഔട്ടിന്റെ ഭാഗമാണ് ഇപ്പൊ ഈ കാണുന്നത്. അവിടെ നിന്നാണ് നമ്മൾ നേരത്തെ കയറി വന്നത് അതിലാണ്. കണ്ടില്ലേ, ഇവിടുന്ന് അങ്ങോട്ടുള്ള മൊത്തത്തിലുള്ള വ്യൂ ആണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോളേ നമ്മളെ സ്ഥലം വരുന്നതാക്കണേ ബളാൽ ഗ്രാമപഞ്ചായത്താണ്. ഇവിടുന്ന് അങ്ങോട്ട് കേട്ടോ. നമ്മളെ സ്ഥലം വരുന്നത് ഇവിടുന്ന് ഇങ്ങോട്ടാണ് വരുന്നത്. നമ്മളത് ഈസ്റ്റളേരി പഞ്ചായത്തിൽ പെട്ട സ്ഥലമാണ്. ഈസ്റ്റളേരി പഞ്ചായത്തും വില്ലേജ് പാലാവയലും പിന്നെ വെള്ളരിക്കുണ്ട് താലൂക്കിലും പെട്ട സ്ഥലമാണ്. ഇവിടുന്ന് അങ്ങോട്ടാണ് നമ്മളെ സ്ഥലം വരുന്നത് കേട്ടോ. ഈസ്റ്റളേരി പഞ്ചായത്തിൽ സ്ഥലത്തിന്റെ അതിൽ ഇവിടുന്നാണ് തുടങ്ങുന്നത്. ഇവിടുന്ന് തുടങ്ങിയിട്ട് അങ്ങോട്ട് കിടക്കുകയാണ്. ഇത് കണ്ടില്ലേ, ഫുള്ള് ടാറിങ് റോഡ് ഫ്രണ്ടേജോട് കൂടി കിടക്കുന്ന സ്ഥലമാണ്. പിന്നെ ഇനി ഇങ്ങോട്ട് വരാനുള്ള വഴി സൗകര്യം പറഞ്ഞുതരാം. ഈ റോഡ് ഇവിടുന്ന് വരുന്നത് കൊന്നക്കാടിന്ന് വരുന്ന റോഡാണ്. അതായത് നമ്മളെ കാസർഗോഡ് ജില്ലയിൽ കൊന്നക്കാട് ടൗണിൽ നിന്ന് ഏകദേശം 2.5 കിലോമീറ്റർ ദൂരമാണ് നമ്മൾ ഈ പ്ലോട്ടിക്കുള്ളത് കേട്ടോ. ഈ റോഡ് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തയ്യനിയിലോട്ട് പോണ റോഡാണ്. തയ്യനിയിലോട്ട് ഏകദേശം ഒരു 5 കിലോമീറ്റർ ദൂരമാണുള്ളത് കേട്ടോ. പിന്നെ ഇതാക്കണ് പറമ്പിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കറണ്ടിന്റെ ഇലക്ട്രിക് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് പറമ്പിനകത്തോട്ട് പോയിട്ട് ബാക്കി ഡീറ്റെയിൽ മൊത്തത്തിലൊന്ന് പോയിട്ട് കാണാം. അങ്ങനെ നമ്മൾ വീടൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ പറമ്പിൽ എത്തിയിട്ട് നമുക്ക് പറമ്പിൽ എന്തൊക്കെ സംഭവങ്ങൾ ആദായത്തിനായിട്ടുള്ളതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ നമുക്ക് കേട്ടോ. അപ്പൊ നമ്മൾ പറമ്പിൽ ഇതാക്കണം ഇതേപോലത്തെ റബ്ബറുകൾ, അതായത് റബ്ബറുകൾ ഏകദേശം ഒരു 775ഓളം റബ്ബറുകൾ ഉണ്ട്. അതിനകത്ത് ഇപ്പൊ നിലവിൽ ടാപ്പിംഗ് ആക്കിക്കൊണ്ടിരിക്കുന്ന 105 ഇനത്തിൽപ്പെട്ട ഒരു 175ഓളം റബ്ബറുകൾ ഇതേമാർക്കുള്ളത് ഉണ്ട് കേട്ടോ. കണ്ടല്ലേ, നല്ല റബ്ബറാണ്. എവിടെയും ടാപ്പിംഗ് ആക്കി നശിപ്പിക്കൊന്നും ചെയ്തിട്ടില്ല. നല്ല ഏപ്പട്ടയാണ് ഇപ്പൊ വെട്ടിക്കൊണ്ടിരിക്കുന്നത്. ബീപ്പട്ട ഒന്നും വെട്ടിയിട്ടില്ല. പുതിയ മരമാണ്. മരത്തിനൊന്നും ഒരു കേടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത നല്ല 105 ഇനത്തിൽപ്പെട്ട നല്ല കിടിലം മരങ്ങളല്ലേ. പിന്നെ പ്ലാറ്റർ കണ്ടില്ല, ഫുള്ള് പ്ലാറ്റർ നല്ല ക്ലിയർ ആയിട്ട് വെട്ടിയിട്ടേക്കണാണ്. ടാപ്പിംഗ് ആക്കി നടക്കാനും പാലെടുത്തോണ്ട് നടക്കാനൊക്കെ സുഖമാണ് കേട്ടോ. നല്ല നീറ്റ് ആയിട്ടുള്ള പ്ലാറ്ററും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമുക്ക് ഷീറ്റ് അടിക്കാൻ സൗകര്യത്തിന് ഒരു മെഷീൻ വരെ ഉണ്ട്. മെഷീൻ വരെ കുറച്ച് അപ്പുറത്താണുള്ളത്. അത് കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. പിന്നെ ഇനി നമുക്ക് അടുത്ത് കാണണ്ടേ, ഇനി ഇങ്ങോട്ട് പോവാം. നമുക്ക് വേറെ സംഭവം ഉണ്ട് നമ്മൾ ഈ ഒരു പറമ്പിൽ. കണ്ടില്ല നിങ്ങൾ, ഇവിടെ ഫുള്ള് തേനീച്ച കൃഷിയെല്ലാം ഉണ്ട് കേട്ടോ നമ്മൾ ഈ ഒരു പറമ്പിനകത്ത്. കണ്ടില്ല നിങ്ങൾ, ഇതേപോലെ എല്ലായിടത്തും തേനീച്ച പെട്ടിയെല്ലാം വെച്ചിട്ടുണ്ട്. തേനീച്ച കൃഷി ഉണ്ട്. ഇത് വലിയ തേൻ്റെയാണ്. പിന്നെ അവിടെ ഇത് ചെറുതേൻ്റെയാണ് കേട്ടോ. അപ്പൊ അതുപോലെ ഇപ്പൊ നിങ്ങൾ ഈ സ്ഥലം എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ തേനീച്ച കൃഷി എല്ലാം നടത്തുകയും ചെയ്യാം. അപ്പൊ അതിനൊക്കെ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ്. പിന്നെ ഇനി നമ്മള് ഇവിടുന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞത് കണ്ടില്ല നിങ്ങൾ, ഇതൊക്കെ ഫുള്ള് കാപ്പിയാണ്. നമ്മളെ റബ്ബറിന്റെ ഇടയ്ക്ക് ഇതേപോലെ ഇടവിളായിട്ട് ഇതുപോലെ കാപ്പി എല്ലാം നടന്നിട്ട് ഏകദേശം ഒരു 100-600ഓളം കാപ്പി തൈകളുണ്ട്. ഇതേപോലെ നല്ല ഇനത്തിൽ പെട്ടിട്ടുള്ള കാപ്പിയുണ്ട്. 2ാം വർഷം പ്രായമായിട്ടുള്ള കാപ്പിയാണ്. ഇതിലൊക്കെ നിറയെ പൂക്കളൊക്കെ ഇടുന്നുണ്ട്. ഒക്കെ കായ്ക്കാറായിട്ടുള്ളതാണ് കേട്ടോ. കായ്ച്ചുകൊണ്ടിരിക്കുന്ന കാപ്പിയാണ്. 2 വർഷമായിട്ടുള്ളൂ അല്ലേ മൊത്തമായിട്ട്? അതെ, 2ാം വർഷം കായ്ക്കണ കാപ്പിയാണ്. റബ്ബറിന്റെ ഇടവിളയായിട്ടോ. പിന്നെ ഇതേപോലെ പ്ലാവുകളുണ്ട്, മാവുകളുണ്ട്, പിന്നെ തേക്കുകളുണ്ട്. അങ്ങനെ കാട്ടുമരങ്ങളൊക്കെ ഒരുപാട് നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്തുണ്ട് അല്ലേ. ഇതുണ്ടല്ലേ, പ്ലാവൊക്കെ ഇതേപോലെ ഇഷ്ടംപോലെ വലിയ പ്ലാവ് ഇഷ്ടംപോലെ ഉണ്ട്. നിറയെ ചക്കൊക്കെ കിട്ടുന്നതാണ്. ഇഷ്ടംപോലെ പ്ലാവ് ഉണ്ട് ഇതേപോലെ കേട്ടോ. അപ്പൊ നമുക്ക് ഇനി അങ്ങോട്ട് പോയിട്ട് ബാക്കി ഓരോന്നായിട്ട് കാണാം. പിന്നെ ഇനി ഇങ്ങോട്ട് വരെ കുറെ ആൾക്കാർക്ക് മീൻ കൃഷിനോടൊക്കെ താല്പര്യം ഉണ്ടാവും. അപ്പൊ നമ്മൾ ഈ ഒരു പറമ്പിൽ ഇതാക്കണം മീൻ കൃഷി ഉണ്ട്. ഇത് കണ്ടില്ല നിങ്ങള്, മീനെ വളർത്തുന്നുണ്ട്. അപ്പൊ അതൊന്ന് കാണിച്ചു കേട്ടോ. ഇത് കണ്ടോളി, വീട്ടിട്ട് കൊടുക്കുമ്പോ കാണാം. കണ്ടോ, ഇപ്പൊ വരും. കണ്ടോ നിറയെ വന്നു. കണ്ടോ. അപ്പൊ അതേപോലെ മീൻ കൃഷിയൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് അതുപോലെ നമ്മൾ ഈ ഒരു സ്ഥലം എടുത്തു കഴിഞ്ഞാൽ അതേപോലെ മീൻ കൃഷിയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അപ്പൊ ഇതിനൊക്കെ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ് കേട്ടോ നമ്മൾ ഈ ഒരു പറമ്പ് എന്ന് പറയുന്നത്. പിന്നെന്ന് പറഞ്ഞതാക്കണേ നമ്മള് ഇതേപോലെ വാഴ കണ്ടില്ല നിങ്ങള്, ഇതേപോലെ വാഴ കൃഷിയൊക്കെ ചെയ്യാനും അതിനെ കൃഷിക്ക് കപ്പ ചേന ചേമ്പ് ഇതുപോലെ വാഴ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൃഷിയൊക്കെ ചെയ്യാൻ പറ്റും. നല്ല മണ്ണുള്ള സ്ഥലവും കൂടിയാണ് കേട്ടോ. അപ്പൊ അതിനൊക്കെ പറ്റും. പിന്നെ ഇതാക്കണേ ഈ കാണുന്നത് ജാതിയാണ് കേട്ടോ. ഏകദേശം 10-60ഓളം ജാതി ഉണ്ട്. ഇതേപോലെ നല്ല കായ്ക്കുന്ന ജാതി. ഇതിലൊക്കെ കായ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. പറിക്കാനൊന്നും ആയിട്ടില്ല, ചെറിയ കായ ആയിട്ടുള്ളൂ കേട്ടോ. കായ്ക്ക് നല്ല ജാതി ഉണ്ട്. ഏകദേശം 10-60ഓളം ഉണ്ട് കേട്ടോ അതേപോലെ. പിന്നെ ഇനി നമുക്ക് അങ്ങോട്ട് ബാക്കി ഡീറ്റെയിൽ നമുക്ക് മുകളിലോട്ട് പോയിട്ട് ബാക്കി സംഭവങ്ങളൊക്കെ ഒന്ന് പോയിട്ട് നോക്കാം കേട്ടോ. പിന്നെ നമ്മളെ ഷീറ്റ് അടിക്കാനുള്ള മെഷീൻ വരെ അവിടെയാണുള്ളത് കേട്ടോ. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. പിന്നെ വരുന്ന വഴി തേനീച്ചപ്പെട്ടിയാണ് ഈ കാണുന്നത്. പറമ്പിന്റെ എല്ലാ സൈഡിലും ഇതേപോലെ തേനീച്ച കൃഷി എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ ഈ കാണുന്നത്
ഇത് കോഴികളെ താറാവിനെ അതിനൊക്കെ വളർത്താനുള്ള ഒരു കൂടാണ് കേട്ടോ. അപ്പൊ അങ്ങനെ കോഴികളെ താറാവിനൊക്കെ വളർത്തുകയും ചെയ്യാം, അതിനുള്ള കൂടുണ്ട്. പിന്നെ ഈ സൈഡിലേക്ക് നോക്കിയത് ജാതിക്കാണ് ഈ കാണുന്നത്. ഏകദേശം ഒരു 10-60ഓളം ജാതി ഉണ്ട്. ഇതേപോലെ നല്ല കായ്ക്കണ ജാതി നമ്മളെ ഒരു പറമ്പിൽ കേട്ടോ. അപ്പൊ ഇതാ ഈ കാണുന്ന നമ്മളെ പറമ്പിലുള്ള ഒരു പഴയൊരു വീടാണ്. അപ്പൊ വീട്ടിലോട്ട് വരുന്ന വഴി കണ്ടില്ല ഒരു മാവ്, നല്ല കായ്ക്കണ വലിയൊരു മാവ് ഉണ്ട് കേട്ടോ. മാവുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അതൊക്കെ അവിടെ അങ്ങോട്ടൊക്കെ ഇഷ്ടം പോലെ മാവുകളുണ്ട്. പിന്നെ ഇതാ ഈ കാണുന്നത് റംബൂട്ടാന്റെ മരമാണ്. റംബൂട്ടാനൊക്കെ ഇഷ്ടം പോലെ കായ്ക്കണതാണ് കേട്ടോ. അപ്പൊ അതിന്റെ ഒരു മരമൊക്കെ ഉണ്ട്. അപ്പൊ ഇനി ഇങ്ങോട്ട് പോവാ, നമുക്ക് ഈ ഒരു വീടൊന്ന് കാണാം. ഇങ്ങോട്ട് വരുമ്പോ ഇത് കണ്ടില്ല, ഇവിടെയൊക്കെ ഫുള്ള് തേനീച്ച കൃഷിയെല്ലാം ചെയ്യുന്നുണ്ട്. ചെറുതേനാണ് ഈ കാണുന്നത് കേട്ടോ. ഇതൊക്കെ ഫുള്ള് ചെറുതേന്റെ കൂടാണ്. അപ്പൊ ഇതിനകത്തുള്ള സൗകര്യങ്ങളൊന്ന് കാണാൻ നമുക്ക് പോയിട്ട് കേട്ടോ. ബാ, ഇപ്പൊ നിലവിൽ ഇപ്പൊ അംഗൻവാടിയാണ് ഇപ്പൊ ഇതിനകത്ത് വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത് അല്ലെ? ആ അതെ. ഇനിയിപ്പോ അഥവാ നിങ്ങൾ ഈ സ്ഥലം എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാടകയ്ക്ക് കൊടുക്കാനോ അങ്ങനെയൊക്കെ പറ്റുകയും ചെയ്യും. അപ്പൊ ഇതിനകത്ത് ഇതാ ഇവിടെ ഒരു റൂമുണ്ട്. നമ്മള് കയറി വരുന്ന ഭാഗത്ത് ഇവിടെ ഒരു റൂമുണ്ട്. അത്യാവശ്യം സൗകര്യമുള്ള നല്ല റൂം തന്നെയാണ്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെയാണ് ഹാള്. അത്യാവശ്യം സൗകര്യമുള്ള ചെറിയൊരു ഹാളാണ് കേട്ടോ. പിന്നെ ഇങ്ങോട്ട് അപ്പുറത്തോട്ട് ഒരു റൂമാണുള്ളത്. അത്യാവശ്യം നല്ല സൗകര്യം ഉണ്ട് കേട്ടോ. എന്താ പറയുക, ഇവിടെ ഫുള്ള് സീലിംഗ് എല്ലാം ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫ്രണ്ടിലേക്ക് ഒരു നാല് കള്ളി ജനലൊക്കെ ഉണ്ട്. പിന്നെ ഇത് നമ്മൾ ഇനി ഇങ്ങോട്ട് വരാണ്ടെങ്കിൽ അകത്തോട്ടൊന്ന് പോയി നോക്കാം നമുക്ക്. ലൈറ്റ് ഇട്ടോ, ലൈറ്റില്ല. അപ്പോൾ ഇതാ ഇത് ഹാളാണ് കേട്ടോ. അകത്തേക്ക് കയറി വരുമ്പോൾ ഇത് വലിയൊരു ഹാളാണ്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോൾ ഇവിടെയാണ് അടുക്കളയെല്ലാം ഉള്ളത്. അടുക്കളൊക്കെ വലിയ അടുക്കള തന്നെയാണ്. ചെറിയൊരു കുടുംബത്തിനൊക്കെ നിൽക്കാൻ പറ്റുന്ന ഒരു വീട് അല്ലേ? അത്യാവശ്യം ഒരു ഫാമിലിക്ക് നിൽക്കാൻ സൗകര്യമുള്ള മൊത്തത്തിൽ ഈ 4 ഏക്കർ 30 സെന്റ് സ്ഥലം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഒരു പണിക്കാരൊക്കെ കൊണ്ട് താമസിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യത്തിന് ഉള്ള ഒരു വീട് അല്ലേ? അതെ, സാധാ ഓടിട്ടൊരു വീടാണ് അല്ലേ? പിന്നെതാ ഇത് റൂമാണ്. ഇതിപ്പോൾ നമ്മൾ സിറ്റ് ഔട്ടിൽ നിന്ന് കാണിച്ചു തന്നെ ആ റൂമാണ് കേട്ടോ. റൂമൊക്കെ അത്യാവശ്യം സൗകര്യമുള്ള റൂമാണ്. നിലമൊക്കെ ഫുള്ള് കാവി ഇട്ടേക്കണേ. ഇനി ഇങ്ങോട്ട് വന്നാൽ ഈ ഭാഗത്തോട്ട് വരുമ്പോൾ ഇവിടെ ഉണ്ട് ഒരു റൂമുകളെല്ലാം നല്ല സൗകര്യമുള്ള റൂമാണ് കേട്ടോ. പിന്നെ ഷെൽഫ് എല്ലാം ഉണ്ട് റൂമിനൊക്കെ. ഈ ഭാഗത്ത് ഇവിടെ ബാത്റൂമാണിത്. ബാത്റൂമൊക്കെ ഉള്ളിൽ തന്നെയാണ്. അത്യാവശ്യം നല്ല സൗകര്യം ഉണ്ട് കേട്ടോ. പറമ്പിലും എല്ലാ പണിക്കാരുണ്ടെങ്കിൽ അവർക്ക് നിൽക്കാനോ ഇനിയിപ്പോൾ എല്ലാ ഇടയ്ക്ക് നമുക്ക് ഒന്ന് വന്നു കഴിഞ്ഞാൽ നിൽക്കണം എന്നുണ്ടെങ്കിലോ അല്ലേ, അങ്ങനെയൊക്കെ പറ്റുകയും ചെയ്യും. പിന്നെ അതിലെ വാടകയ്ക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കാം. അപ്പോൾ ഈ വീടിന്റെ സൗകര്യങ്ങൾ ഇത്രയൊക്കെയാണ് കേട്ടോ. ഇനി നമുക്ക് ബാക്കി സൗകര്യങ്ങൾ പറമ്പിൽ പോയിട്ട് കാണാം. നമുക്ക് ഇനി നമുക്ക് ആ മെഷീൻ പെര ഒന്ന് കാണാം കേട്ടോ. അപ്പം നമ്മൾ മെഷീൻ പെരയിലോട്ട് പോയി നോക്കാം. ഇനി ഇങ്ങോട്ട് നമ്മൾ മെഷീൻ പെരയിലോട്ട് പോണ വഴി അതേപോലെ ഇതൊക്കെ കണ്ടില്ല, ഇതൊക്കെ ജാതിയാണ് ഈ കാണുന്നത് കേട്ടോ. നല്ല കായ്ക്കുന്ന ജാതി. മൊത്തത്തിൽ എന്ന് പറഞ്ഞാൽ മേലെ കണ്ടില്ല നിങ്ങൾ, അവിടെ ജാതിയാണ്. ഇതാണ് ഇത്, ഇങ്ങോട്ട് ജാതിയാണ്. ഇതേപോലെ ഇട തൂർന്നുണ്ടായിട്ടുണ്ട് കേട്ടോ. ഒക്കെ നല്ല കായ്ക്കണമാണ്. ഇവിടുന്ന് അങ്ങോട്ട് ആ കാണുന്ന മൊത്തം ജാതി തന്നെയാണ്. പിന്നെ ഇതായി ഇടയ്ക്കെല്ലാം ഇതേപോലെ വാഴക്കൃഷി എല്ലാം ഉണ്ട് കണ്ടില്ലേ. ഇനി ഇങ്ങോട്ട് പോയി, ഇതാണ് നമ്മളെ മെഷീൻ പെര ഉണ്ട്, കാണിച്ചു കൊടുക്കാം. നമുക്ക് ഷീറ്റ് അടിക്കാനൊക്കെ സൗകര്യത്തിനുള്ള മെഷീൻ പെരയാണ്. വെള്ളത്തിന്റെ സൗകര്യത്തിന് ആ പൈപ്പെല്ലാം ആക്കിയിട്ടുണ്ട് വെള്ളം എടുക്കാൻ. 2 മെഷീൻ ഉണ്ട് കേട്ടോ, പ്ലെയിനും ഉണ്ട് അച്ചും ഉണ്ട്. നല്ല നീറ്റായിട്ടുള്ള മെഷീൻ പെരയാണ്. ഇവിടെ എല്ലാം ഫുള്ള് സ്റ്റീൽ വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ ഷീറ്റെല്ലാം ഉറയിച്ച് വെക്കാനുള്ള ഒരു തട്ടെല്ലാം ആക്കിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല നിന്നിരിക്കാനുള്ള നല്ല സ്ഥലമുണ്ട് കേട്ടോ. വെള്ളത്തിന് ഇതാക്കുന്ന പൈപ്പിന്റെ കണക്ഷനൊക്കെ ആക്കിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഫുള്ള് തേനീച്ച കൃഷി തന്നെ നടത്തുന്നുണ്ടല്ലേ? എല്ലായിടത്തും വെറുതെ എവിടെയും വിട്ടിട്ടില്ല. എല്ലായിടത്തും ഇതേപോലെ തേനീച്ചേന്റെ കൃഷിയെല്ലാം ചെയ്യുന്നുണ്ട്. ഏകദേശം 5 കിൻഡലോളം തേൻ എല്ലാവർക്കും കിട്ടുന്നുണ്ട് എന്ന് നേരത്തെ പറഞ്ഞു. ചെറുതേന് വേറെ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. കൃഷിയൊക്കെ ചെയ്യാൻ നല്ല മണ്ണുള്ള സ്ഥലം അല്ലേ? പിന്നെ ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പോലെ മീനൊക്കെ വളർത്തുന്നുണ്ടെങ്കിൽ അതിന്റെ വേസ്റ്റ് വെള്ളമൊക്കെ ഇതേപോലെ കൃഷിക്കൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ജൈവ വളമായിട്ടൊക്കെ നമുക്ക് അങ്ങനെ ഉപയോഗിക്കാൻ ചെയ്യും. ഇനിയിപ്പോൾ വല്ല പശുവിനൊക്കെ വളർത്താന്നുണ്ടെങ്കിലോ അങ്ങനെയൊക്കെ അതിനൊക്കെ പറ്റുന്ന സ്ഥലവും കൂടിയാണ് കേട്ടോ. നമ്മൾ മെഷീൻ പെരൊക്കെ കണ്ടു കഴിഞ്ഞില്ലേ. ഇനി നമുക്ക് നമ്മളെ പറമ്പിലെ വെള്ളത്തിന്റെ സൗകര്യത്തിന് എന്തായാലും കാണണ്ട. നമുക്ക് ഇപ്പം നമ്മളെ പറമ്പിൽ നമുക്ക് വെള്ളത്തിന്റെ സൗകര്യത്തിന് ബോർവെല്ലാണുള്ളത്. ഇതാ ഈ കാണാണ് ബോർവെൽ കേട്ടോ. നമ്മളെ വീടിന്റെ നേരെ തൊട്ട് താഴെയാണ് ബോർവെല്ലുള്ളത്. വെള്ളമൊക്കെ ഇഷ്ടം പോലെയാണ്. നമുക്ക് പറമ്പിൽ നനയ്ക്കാനാണെങ്കിലും വീട്ടിലേക്ക് ഉള്ള വെള്ളത്തിന്റെ ആവശ്യത്തിനാണെങ്കിലും ഒക്കെ വെള്ളമൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്നതാണ്. വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടോ ക്ഷാമോ ഒന്നും ഇല്ല കേട്ടോ. പിന്നെ ഇങ്ങോട്ട് നോക്കിയേ, ചക്ക ഉണ്ടെങ്കിൽ ഇഷ്ടം പോലെ കായ്ച്ചു കിടക്കണ്. ഇതേപോലെ പ്ലാവ് നിറയെ ഉണ്ട് നമ്മളെ ഒരു പറമ്പിൽ കേട്ടോ. ഒക്കെ കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ വലിയ ചക്ക ആയിട്ടുണ്ട്. കണ്ടില്ല നിങ്ങൾ, വലിയ പ്ലാവാണ്. ഇതേപോലത്തെ പ്ലാവ് ഇഷ്ടം പോലെ ഉണ്ട്. ചക്കയ്ക്ക് വാങ്ങിക്കുന്ന ഒരു ബുദ്ധിമുട്ടോ ഒരു ക്ഷാമോ അല്ല കേട്ടോ, ഇഷ്ടം പോലെ കിട്ടുന്നതാണ്. പിന്നെ നമ്മളെ പറമ്പിൽ ഒരു 775ഓളം റബ്ബറുകൾ ഉണ്ട് മൊത്തം. അതിനകത്ത് 175ഓളം റബ്ബറുകൾ നേരത്തെ കാണിച്ചു തന്നു. ഇപ്പൊ ടാപ്പിംഗ് ആക്കിക്കൊണ്ടിരിക്കണ 105 എണ്ണത്തിൽ പെട്ടത് നമ്മൾ നേരത്തെ കാണിച്ചു തന്നു. ഞാൻ അതിന്റെ ബാക്കി ഇതാക്കണം. ഇതേമാരിക്കുള്ള 414 430 ഇനത്തിൽ പെട്ട കത്തി വെക്കാൻ പ്രായമായിട്ടുള്ള അതേമാരത്തെ തൈമരുണ്ട് നമ്മളെ ഈ ഒരു പറമ്പിനകത്ത്. 600ഓളം റബ്ബർ ഉണ്ട് കേട്ടോ. ഇത് മൊത്തം
ഇതേപോലെ നല്ല രീതിക്ക് അത്യാവശ്യം നല്ല വണ്ണവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. പിന്നെ പ്ലാറ്റോറൊക്കെ ഉണ്ടല്ലോ, ഫുള്ള് നല്ല ക്ലിയർ ആയി കിടക്കുന്ന പ്ലാറ്റോറൊക്കെയാണ്. ഇതാണ് ഇപ്പൊ നമ്മളെ പറമ്പിന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു വ്യൂ കേട്ടോ. ആ കാണുന്ന മൊത്തം നമ്മളെ സ്ഥലം തന്നെയാണ്. പിന്നെ ഇതാക്കണേ നമ്മളെ പറമ്പിൽ ഇതാക്കണം ഇതേപോലെ കവുങ്ങ് ഏകദേശം ഒരു 10-250 കവുങ്ങുണ്ട് ഇതേപോലെ പറമ്പിന്റെ ഇടയ്ക്കല്ല കേട്ടോ. ഇതേപോലെ കായ്ച്ചു തുടങ്ങിയ കവുങ്ങാണ്. അത്യാവശ്യം നല്ല രീതിക്ക് കായും കാര്യങ്ങളൊക്കെ പിടിക്കണം കേട്ടോ കവുങ്ങൊക്കെ. പിന്നെ ഇതാക്കണേ നമുക്ക് അങ്ങ് മേലേക്ക് പോയിട്ട് ആ കാണാനാണ് പള്ളി. നേരത്തെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്തിയടക്കം പള്ളിയാണ് ആ കാണുന്നത്. അപ്പൊ നമുക്ക് മേലെ പോയിട്ട് അവിടെ നിന്നുള്ള മൊത്തത്തിലുള്ള ഡീറ്റെയിൽ ഒക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇനി വാ, ഇങ്ങോട്ട് വാ. ഇതാ ടാറിങ് റോഡാണ് ഈ കാണുന്നത് കേട്ടോ. നമ്മൾ നേരത്തെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചത് ടാറിങ് റോഡാണ് ഈ കാണുന്നത്. നമ്മളെ സ്ഥലത്തിന്റെ അതിൽ ഏകദേശം അവിടെ ആ മണ്ണെടുത്ത കാണുന്നുണ്ടെങ്കിൽ അവിടുന്ന് അങ്ങോട്ട് താഴത്തേക്കാണ് നമ്മളെ സ്ഥലം വരുന്നത് കേട്ടോ. പിന്നെ ഇതാക്കണ അത്തിയടക്കം പള്ളിയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് നമ്മൾ അത്തിയടക്കം പള്ളിയാണ് കേട്ടോ. അപ്പൊ ഇവിടുന്ന് ഇതാക്കണ് ആ നോക്കിയാൽ കാണുന്ന റബ്ബർ ഇതാക്കണ് അത് നമ്മളെ പറമ്പാണ്. റബ്ബർ നീ നോക്കിയാൽ കാണുന്നവർ തന്നെ ഇതാക്കണ് ഇവിടെ ഒന്ന് നോക്കി. അതായത് പള്ളിയുടെ ബാക്ക് സൈഡിലോട്ടുള്ള പ്ലോട്ടാണ് നമ്മളത്. പിന്നെ നമുക്ക് അല്ല ഈ കാണുന്നത് മൊത്തം 4 ഏക്കർ 30 സെന്റ് സ്ഥലം ഈ കാണുന്ന പ്ലോട്ട്. അതിൽ മാറാനോ തെറ്റാനോ ഒന്നുമില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു പ്ലോട്ട് കാണണം എന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നേരെ അത്തിയടക്കം പള്ളി സെർച്ച് ചെയ്ത് പോകാൻ മതി അല്ലേ. ഇനിയിപ്പോൾ ഒന്നും വേണ്ട, നിങ്ങൾ കൊന്നക്കാട് എത്തിക്കഴിഞ്ഞാൽ കൊന്നക്കാട് ടൗണിൽ ഇങ്ങോട്ട് 2.5 കിലോമീറ്റർ ദൂരേ ഉള്ളൂ. അവിടെ നിന്ന് ഇങ്ങോട്ട് അത്തിയടക്കം പള്ളി എവിടെയും ചോദിച്ചറിഞ്ഞ് വന്നാൽ മതി. അതിന് നേരെ തൊട്ടടുത്ത് കാണുന്ന സ്ഥലം തന്നെ. നമുക്ക് ഇപ്പുറത്തെ ഈ റോഡിന് വരികയാണെന്നുണ്ടെങ്കിൽ പുളിങ്ങോത്തുനിന്ന് ഏകദേശം ഒരു 9 കിലോമീറ്ററും തയ്യേനി എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് വരികയാണെങ്കിൽ വെറും 7 കിലോമീറ്റർ മാത്രം അകലത്തിലാണ് ഈ ഒരു പ്ലോട്ട് വരുന്നത് അല്ലേ. അപ്പൊ അത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു സ്ഥലത്തിന്റെ ഏകദേശം ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ. തെങ്ങ് നമുക്ക് ഏകദേശം എത്രയാണെന്ന് പറഞ്ഞത്? തെങ്ങ് ഒരു 10ഓളം തെങ്ങുണ്ട് ഇതുപോലെ അത്യാവശ്യം കായ പിടിക്കണ വീട്ടിലേക്ക് ആവശ്യത്തിനൊക്കെ തേങ്ങയൊക്കെ ഇഷ്ടം പോലെ കിട്ടണതാണ്. അപ്പൊ അത്രയൊക്കെയാണ് നമ്മളെ സ്ഥലത്തിന്റെ ഒരു മൊത്തത്തിലുള്ള ഡീറ്റെയിൽ പറഞ്ഞാൽ കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മളെ സ്ഥലവും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും കണ്ട് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. സ്ഥലം വരുന്നത് നമ്മളെ കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ലയിലെ കൊന്നക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് വെറും 2.5 കിലോമീറ്റർ മാത്രം അകലത്തിലാണ് ഈ ഒരു പ്ലോട്ട് വരുന്നത്. ഈ ഒരു സ്ഥലത്തിന് ഇതിന്റെ ഓണർ പ്രതീക്ഷിക്കുന്ന വില എന്ന് പറഞ്ഞാൽ മൊത്തം 1.25 കോടി രൂപയാണ് ചോദിക്കുന്നത്. അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പ്ലോട്ട് എടുക്കണം എന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ ഓണറുടെ നമ്പറും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് എത്രയും പെട്ടെന്ന് ഓണറായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഇതിലൊക്കെ നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ കണ്ണൂർ ജില്ലയിൽ വിൽക്കാനുണ്ടെങ്കിൽ നമ്മളെ യൂട്യൂബ് ചാനൽ വഴി പരസ്യം ചെയ്ത് വിൽക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഈ ഒരു സ്ഥലത്തിൻ്റെ എന്ത് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഓണറുടെ നമ്പറിൽ മാത്രം കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു കിടിലം പ്ലോട്ടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ബൈ.